അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 7 ഞായറാഴ്ച. വടക്കൻ ഗോവയിലെ അർപോറ ഗ്രാമത്തിലെ ഒരു നിശ ക്ലബ്ബിൽ ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചു. മരിച്ചവരിലേറെയും ക്ലബ്ബിലെ ജീവനക്കാരാണെന്നാണ് പുറത്തുവരുന്ന വിവരം. വാഗയിലെ ബിർച്ച് ബൈ റോമിയോ ലേൻ എന്ന ക്ലബ്ബിലാണ് അഗ്നിബാധ ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് ഗോവ പോലീസ് മേധാവി അലോക് കുമാർ പറഞ്ഞു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും പ്രാദേശിക MLA മൈക്കൽ ലോബോയും ഉടൻ സ്ഥലത്തെത്തി. കൊല്ലം അഷ്ടമുടി കായലിൽ മത്സ്യബന്ധന ബോട്ടുകൾ കെട്ടിയിരുന്നിടത്ത് വൻ തീപിടുത്തം. 15ഓളം ബോട്ടുകൾ കത്തിനശിച്ചു. ആളപായമില്ല. കുരീപ്പുഴ പള്ളിക്ക് സമീപം അയ്യൻകോവിൽ ക്ഷേത്രത്തിനടുത്തായാണ് പുലർച്ചെ 2:30 അഗ്നിബാധ ഉണ്ടായത്. കാരണം വ്യക്തമായിട്ടില്ല. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരനെ തമിഴ്നാട് വാൽപ്പാറയിൽ പുലി കടിച്ചുകൊന്നു. വാൽപ്പാറ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയായ അസം സ്വദേശി രാജ്ബുൾ അലിയുടെയും ഷാജിദ ബീഗത്തിന്റെയും മകനായ സൈഫുൾ അലാമാണ് കൊല്ലപ്പെട്ടത്. അയ്യർപ്പാടി എസ്റ്റേറ്റ് ബംഗ്ലാവ് ഡിവിഷനിലായിരുന്നു സംഭവം. തേയിലത്തോട്ടത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. വാൽപ്പാറയിൽ 8 മാസത്തിനിടെ 3 കുട്ടികളാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവസ്ഥലത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയം ഇനിയും നീട്ടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ BJP ഒഴികെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഒരാഴ്ച നീട്ടിയത് പോരെന്ന് CPM-ഉം കോൺഗ്രസും പറഞ്ഞു. ഇനിയും ഫോം സ്വീകരിക്കാത്ത 20.75 ലക്ഷം പേരെക്കുറിച്ചുള്ള പരിശോധന നടത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ആവശ്യത്തിന് സമയമുണ്ടെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്നതിൽ നടപടിയുമായി കേന്ദ്രം. കരാർ കമ്പനിയായ ശിവാലിയ കൺസ്ട്രക്ഷൻസിനെ 1 മാസത്തേക്ക് അടിയന്തര വിലക്ക് കൽപ്പിച്ച കേന്ദ്രം കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും തുടങ്ങി. വിദഗ്ധ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. നിർമ്മാണത്തിലെ വീഴ്ചയിൽ സംസ്ഥാനത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തോട് സർക്കാരിന്റെ പെടലിക്കിടാൻ നോക്കേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ദേശീയപാത തകർന്നത് ആരുടെ പെടലിക്കിടണമെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ദേശീയപാതയുടെ അവകാശവാദം ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരാണ്. തകർന്നു വീഴുമ്പോൾ തള്ളിപ്പറഞ്ഞാൽ പോരെന്നും ദേശീയപാതയുടെ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ടെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ED നോട്ടീസ് ലഭിച്ചതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്രമാത്രം പരിഹാസ്യമായ കാര്യമെന്നേ പറയാനുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിക്കായി ഞങ്ങൾ പണം ചെലവഴിച്ചിട്ടുണ്ട്. പശ്ചാത്തല വികസനത്തിന് വേണ്ടി തന്നെയാണ് പണം ചിലവഴിച്ചത്. അത് റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ്. കിഫ്ബി പ്രവർത്തിക്കുന്നതിൽ റിസർവ് ബാങ്കിന് വിരുദ്ധമായി ഒരു വ്യതിയാനവും വരുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യഹർജി കോടതി തള്ളി. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. കേസിലെ FIR വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരിയെ അവഹേളിക്കുന്നൊന്നും ഇതിലില്ലെന്നും രാഹുൽ ഈശ്വർ വാദിച്ചിരുന്നു. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തള്ളിയ കോടതി വിധിയിൽ സുപ്രധാന നിരീക്ഷണങ്ങൾ. പരാതിക്കാരിയെ വീഡിയോയിലൂടെ ലൈംഗികമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും ഏതെങ്കിലും ഒരു വാക്കോ വാചകമോ എടുത്ത് മാത്രമല്ല ഇക്കാര്യം പരിഗണിക്കേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. കസ്റ്റഡിയിൽ കഴിയുമ്പോഴും പ്രതിയുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ സമാനമായ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ പ്രതി ജയിലിൽ തന്നെ കിടക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ചത്. ജയിലിലെ നിരാഹാര സമരം അവസാനിപ്പിച്ച് അതിജീവിതയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ. ആശുപത്രി സെല്ലിൽ കഴിയുന്ന രാഹുൽ വിശക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ ഭക്ഷണം വാങ്ങി നൽകി.
ഇന്നലെ ജാമ്യം നിഷേധിച്ചതോടെയാണ് രാഹുൽ ഈശ്വറിന്റെ പിന്മാറ്റം. അപകീർത്തികരമായ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് നേരത്തെ കോടതിയിലും അറിയിച്ചിരുന്നു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. കേരളത്തിൽ വലിയ ഭൂരിപക്ഷം നേടി LDF വിജയിക്കുമെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്നം മാത്രമാണെന്ന് BJP നേതാവ് ഖുശ്ബു. BJP പ്രചാരണത്തിന് തൃശൂരിലെത്തിയതായിരുന്നു ഖുശ്ബു. എല്ലാവർക്കും സ്വപ്നം കാണാൻ അവകാശമുണ്ടെന്നും അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണെന്നും പറഞ്ഞ ഖുശ്ബു ഭൂരിപക്ഷം നേടി LDF വിജയിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്നം ഇവിടെ അവസാനിക്കുകയാണെന്നും പരിഹസിച്ചു. ശബരിമലയിൽ ഇതുവരെ എത്തിയ അയ്യപ്പ ഭക്തരുടെ എണ്ണം 17 ലക്ഷം കടന്നു. ഇന്നലെ ഉച്ചവരെ ദർശനം നടത്തിയത് 1.5 ലക്ഷത്തിലധികം ഭക്തരാണ്. അവധി ദിവസമായതിനാൽ ഇന്നലെ കൂടുതൽ വിശ്വാസികൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച 1 ലക്ഷത്തിനടുത്ത് വിശ്വാസികളാണ് ദർശനം നടത്തിയത്. CPM-നൊപ്പം ചേർന്നാൽ മതേതര പാർട്ടിയെന്നും കോൺഗ്രസിനെ പിന്തുണച്ചാൽ വർഗീയ പാർട്ടിയെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 4 പതിറ്റാണ്ടിലധികം ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ട് നടന്ന CPM-ആണ് UDF-നെ വിമർശിക്കുന്നതെന്നും ലീഗിന്റെ പിന്നാലെ നടന്നപ്പോൾ ലീഗ് വർഗീയ ശക്തിയല്ല മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ലീഗിനെ തള്ളിപ്പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ വിൽപ്പനയ്ക്ക് വെച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തി സൈബർ സെൽ. ദൃശ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച IP അഡ്രസ്സുകളും പണം നൽകിയ ദൃശ്യങ്ങൾ വാങ്ങിയവരുടെ IP അഡ്രസ്സുകളും സൈബർ സെൽ ട്രേസ് ചെയ്തു. തിരുവനന്തപുരത്തെ കൈരളി തിയേറ്റർ കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചത്. പ്രിന്റിംഗ് മെഷീനിൽ സാരി കുടുങ്ങി തലയിടിച്ച് വീണ് ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. വർക്കല ചെറുകുന്നം സ്വദേശി മീന ഭവനിൽ മീനയാണ് മരിച്ചത്. വർക്കലയിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണ പ്രിന്റിംഗ് പ്രസ്സിലാണ് അപകടം നടന്നത്. മീന 20 വർഷമായി പ്രസ്സിലെ ജീവനക്കാരിയാണ്. ഇൻഡിഗോ വിമാനത്തിന്റെ സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടതോടെ ആയിരക്കണക്കിന് യാത്രക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. രാജ്യത്തുടനീളം 800-ലധികം സർവീസുകൾ തടസ്സപ്പെട്ടതോടെ ഇന്നലെയും വിമാനയാത്രക്കാർ വലഞ്ഞു. ഇൻഡിഗോയുടെ നിരുത്തരവാദിത്തപരമായ രീതിയെ വിമർശിച്ച് കേന്ദ്രവും രംഗത്തെത്തി. അതിനിടെ നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ഇൻഡിഗോ കാലതാമസമില്ലാതെ മുഴുവൻ പണവും തിരികെ നൽകണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇൻഡിഗോ പ്രതിസന്ധിക്ക് പിന്നാലെ രാജ്യത്തെ വിമാനയാത്രാ നിരക്കുകൾ കുത്തനെ ഉയർത്തുന്നതിനിടെ തുടർന്ന് നടപടികൾ സ്വീകരിച്ച കേന്ദ്ര സർക്കാർ വിമാനയാത്രാ നിരക്കുകൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പരിധി നിശ്ചയിച്ചു. 500 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് പരമാവധി 7,500 രൂപ മാത്രമേ ഈടാക്കാവൂ എന്ന് ഇതിൽ പറയുന്നു. 1000 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് 12,000 രൂപയെ ഈടാക്കാനാകൂ. ഉത്തരവ് ലംഘിച്ചാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഈ രീതി വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് മാറുന്നതുവരെ തുടരുമെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഇൻഡിഗോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പീറ്റർ എൽബേഴ്സിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി DGCA. 24 മണിക്കൂറിനകം മറുപടി നൽകണമെന്നും പ്രതിസന്ധിയിൽ സിഇഒയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും നോട്ടീസിൽ വിശദമാക്കുന്നു. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ പരാജയപ്പെട്ടാൽ എയർക്രാഫ്റ്റ് നിയമങ്ങളനുസരിച്ച് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും പീറ്റർ എൽബേഴ്സിന് DGCA നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തമിഴക വെട്രിക്കഴകം പുതുച്ചേരിയിൽ നടത്തുന്ന പൊതുയോഗം ചൊവ്വാഴ്ച നടക്കും. പുതുച്ചേരിയിലെ പഴയ തുറമുഖത്തിന് സമീപത്തെ ഗ്രൌണ്ടിലാണ് യോഗത്തിന് അനുമതി നൽകിയത്. അതേസമയം പൊതുയോഗം നടത്തുന്നതിന് പോലീസ് നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
വിജയ് എത്തുന്ന സമയം കൃത്യമായി അറിയിക്കണമെന്ന് നിബന്ധനയിൽ പറയുന്നു. പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ 5000 പേർക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ബാബറി മസ്ജിദിന്റെ മാതൃകയിൽ നിർമ്മിക്കുന്ന പള്ളിക്ക് ഇന്നലെ തറക്കല്ലിട്ടു. 1992 ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷികത്തിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നിയമസഭാംഗം ഹുമയൂൺ കബീറിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച തറക്കല്ലിട്ടത്. ശിലാസ്ഥാപന ചടങ്ങ് പ്രഖ്യാപിച്ച കബീർ പുരോഹിതന്മാർക്കൊപ്പം റിബൺ മുറിച്ച് കർമ്മം നിർവഹിച്ചു. രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒത്തുകൂടിയതായി PTI റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം വൻ വിജയമെന്ന് കേന്ദ്ര സർക്കാർ. എന്നും ഓർമ്മിക്കപ്പെടുന്ന സന്ദർശനമാവും ഇതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലെ താമസം അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാഹചര്യങ്ങളാണ് മുൻ ബംഗ്ലാദേശ് നേതാവിനെ ഇന്ത്യയിലെത്തിച്ചതെന്നും മടക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഇന്ത്യയുടെ നയമെന്നും ശനിയാഴ്ച ജയശങ്കർ പറഞ്ഞു. പാകിസ്ഥാൻ വ്യോമാതിർത്തിക്ക് തൊട്ടടുത്ത് അറബിക്കടലിന് മുകളിൽ വമ്പൻ വ്യോമാഭ്യാസം നടത്താൻ തീരുമാനിച്ച് ഇന്ത്യൻ വ്യോമസേന. ഈ വരുന്ന ഡിസംബർ 10, 11 തീയതികളിലായിരിക്കും പാകിസ്ഥാനെ വിറപ്പിക്കുന്ന വ്യോമാഭ്യാസം നടക്കുക. കറാച്ചിയിൽ നിന്ന് വെറും 200 നോട്ടിക്കൽ മൈലും പാകിസ്ഥാൻ നിയന്ത്രിത വ്യോമാതിർത്തിയിൽ നിന്ന് ഏകദേശം 70 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുമാണ് ഈ അഭ്യാസം സംഘടിപ്പിക്കുന്നത്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ലോകത്ത് ഇന്ത്യ തിളങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ മേഖലയിലും പുരോഗതി കൈവരിച്ചു വരികയാണെന്നും രാജ്യം എന്നതിനാണ് മുൻഗണനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പാക് സൈന്യവും താലിബാനും അതിർത്തിയിൽ നടത്തിയ ഏറ്റുമുട്ടലിൽ 5 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. അതിർത്തിയായ ഡ്യൂറന്റ് ലൈനിലെ തർക്കങ്ങളാണ് സംഘർഷത്തിന് കാരണം. ഇന്ത്യയെയും റഷ്യയെയും കൂടുതൽ അടുപ്പിച്ചതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്ന് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയായതിന് പിന്നാലെയാണ് മൈക്കിൾ റൂബന്റെ പരിഹാസം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യുക്രൈൻ അമേരിക്ക ചർച്ച ഫ്ലോറിഡയിൽ പുരോഗമിക്കുന്നതിനിടെ കീവിന് നേരെ രൂക്ഷമായ വ്യോമാക്രമണം നടത്തി റഷ്യ. 653 ഡ്രോണുകളും 51 മിസൈലുകളുമാണ് ഒറ്റ രാത്രിയിൽ റഷ്യ കീവിന് നേരെ പ്രയോഗിച്ചത്. കീവിന് തെക്ക് പടിഞ്ഞാറുള്ള ഫാസ്റ്റീവ് നഗരത്തിൽ സാരമായ നാശനഷ്ടം ഉണ്ടായതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ സുഡാനിലെ നഴ്സറി സ്കൂളിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 43 കുട്ടികൾ ഉൾപ്പെടെ 79 പേർ കൊല്ലപ്പെട്ടു. കോർഡോഫാൻ സംസ്ഥാനത്തെ കലോജിയിലാണ് സംഭവം. സുഡാനിൽ വിമത സൈന്യമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് സുഡാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. യശസ്വി ജയ്സ്വാളിന്റെ കന്നി ഏകദിന സെഞ്ചുറിയുടെയും മുൻ നായകന്മാരായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറികളുടെയും കരുത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റിന്റെ ആധികാരിക ജയം. ഈ ജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര ഇന്ത്യ 2-1 സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 271 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 39.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തു. 116 റൺസുമായി ജയ്സ്വാളും 65 റൺസുമായി കോഹ്ലിയും പുറത്താകാതെ നിന്നപ്പോൾ 75 റൺസെടുത്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.